പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ കാണുന്ന പള്ളി നിൽക്കുന്ന സ്ഥലത്താണ് ഖന്തക്ക് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബത്തിനെയും ജാബിർ റളിയല്ലാഹു അൻഹു വിരുന്നൂട്ടിയ വീട് ഉണ്ടായിരുന്നത്. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ ഖന്തക്ക് യുദ്ധ ദിവസത്തിൽ കിടങ്ങി കുഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കാഠിന്യമേറിയ ഒരു പാറക്കല്ല് പ്രത്യക്ഷപ്പെട്ടു. ഞങ്ങളിത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പാറ ശരിയാക്കാമെന്ന് പറഞ്ഞ് തങ്ങൾ എഴുന്നേറ്റു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിക്കാസ് എടുത്ത് വെട്ടി. അതോടെ ആ പാറ ചിതറി മണൽ പോലെയായി. ആ സമയത്താണ് വളരെ സങ്കടപ്പെടുത്തിയ ഒരു കാര്യം ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. അവിടുത്തെ വയറ്റത്ത് കല്ല് വെച്ച് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് വീട്ടിൽ പോകാൻ അങ്ങ് സമ്മതം തരണം. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി ഭാര്യയോട് പറഞ്ഞു. സഹിക്കാനാവാത്ത ഒരു കാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഞാൻ കണ്ടു. നിന്റെ അടുക്കൽ വല്ലതുമുണ്ടോ? ആ സമയത്ത് ഭാര്യ പറഞ്ഞു, എൻ്റെ അടുത്ത് കുറച്ച് ഗോതമ്പും ഒരു ആട്ടിൻകുട്ടിയുമുണ്ട്. ബഹുമാനപ്പെട്ടവർ പറയാണ്, ഞാൻ ആ ആട്ടിൻകുട്ടിയെ അറുത്തു, ഗോതമ്പ് പൊടിച്ചു, ഞങ്ങൾ മാംസം കലത്തിലാക്കി. പിന്നെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ചെന്നു. ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എൻ്റെ അടുക്കൽ അല്പം ഭക്ഷണമുണ്ട്. അങ്ങും ഒന്നോ രണ്ടോ സ്വഹാബികളും വന്ന് അത് കഴിച്ചാലും എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതിൻ്റെ അളവെത്രയാണ് എന്ന് ചോദിച്ചു. ഞാൻ ഉള്ളത് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞു, കസീറുൻ ത്വയ്യിബ്, ധാരാളം, നല്ലത് ധാരാളം എന്ന് പറഞ്ഞു. ഞാൻ വരുന്നതുവരെ അടുപ്പിൽ നിന്ന് കലം ഇറക്കുകയോ റൊട്ടി ചുടുകയോ ചെയ്യരുതെന്ന് താങ്കൾ ഭാര്യയോട് പറയുക. എല്ലാവരും വരൂ, ജാബിറിന്റെ വീട്ടിൽ സൽക്കാരമുണ്ട്, ഭക്ഷണമുണ്ട് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ ക്ഷണിക്കുകയാണ്. എല്ലാ സ്വഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ പോയി. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു ഭാര്യയുടെ അടുത്തെത്തി പറഞ്ഞു, മുഹാജിറുകളെയും അൻസാറുകളെയും കൂടെയുള്ളവരെ മുഴുവനും കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നുണ്ട്. ആ സമയത്ത് ഭാര്യ ചോദിക്കുകയാണ്, ഇവിടെ എത്രയാണ് ഭക്ഷണമുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ എന്ന്. അതെ, ചോദിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റൊട്ടി മുറിക്കുകയും അതിൽ മാംസമിട്ട് സ്വഹാബത്തിന് കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ പലതവണ ആവർത്തിച്ചപ്പോഴും അതിലുള്ള ഭക്ഷണത്തിനൊന്നും ഒരു കുറവും സംഭവിക്കാതെ അത് എല്ലാ സ്വഹാബത്തും കഴിക്കുകയും ചെയ്തു. അതിനുശേഷവും ഭക്ഷണം ബാക്കിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജനങ്ങളെല്ലാവരും വിശന്നിരിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇത് ജനങ്ങൾക്ക് ആവശ്യമുള്ള ആളുകൾക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞു. ഏതായാലും മദീനയിലേക്കൊക്കെ പോകുന്ന ആളുകൾ തീർച്ചയായും സന്ദർശിച്ചിരിക്കേണ്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ. നമുക്ക് അവിടെ കയറാൻ സാധിച്ചിട്ടില്ല, കാരണം നമ്മൾ പോകുന്ന സമയത്ത് അവിടെ അടച്ചിട്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.